Today's word of God is from John chapter 6 verse 35. I am the bread of life. Whoever comes to me will never hunger, and whoever believes in me never thirst. Jesus, the great I am, God himself, was revealed as the true source of lasting life and fulfillment. He invites all to come to him in faith and surrender, promising a satisfaction the world could never give. Just as bread nourished the body, he alone filled the deepest hunger of the human soul for love, truth, and eternal life. Not offering a temporary remedy, but eternal nourishment, Jesus gave himself fully in the Eucharist. Therefore, hearts are called to cling deeply and faithfully to his body and blood, where true life is found. Let's get rid of all of our fleshly desires, lust, and all other addictions. Let's get addicted with the divine nourishment from the Eucharistic Lord Jesus. Amen. ഇന്നത്തെ വചനവായന വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 35-ാം തിരുവചനം. യേശു അവരോട് പറഞ്ഞു, ഞാനാണ് ജീവന്റെ അപ്പം. എന്റെ അടുത്ത് വരുന്നവന് ഒരിക്കലും വിശക്കുകയില്ല. എന്നിൽ വിശ്വസിക്കുന്നവന് ദാഹിക്കുകയുമില്ല. ഈശോ തന്റെ അടുക്കൽ കൂടിയ ജനാവലിയോട് പറഞ്ഞു, ഞങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ വെച്ചു മന്ന ഭക്ഷിച്ചു. അതുപോലെ ഈശോയും സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന ജീവനുള്ള യഥാർത്ഥ അപ്പമാണ്. ഭൗതിക ഭക്ഷണം ശരീരത്തിന് താൽക്കാലിക തൃപ്തി നൽകുന്നു. എന്നാൽ ഈശോ നൽകുന്ന ഭക്ഷണവും പാനീയവും, അതായത് യേശുവിന്റെ തിരുരക്തവും തിരുശരീരവും, നമ്മുടെ ആത്മാവിന് നിത്യജീവൻ നൽകുന്നു. അതുകൊണ്ട് നമ്മളിലെ എല്ലാവിധ ദുർവാസനകളും, ഭോഗാസക്തി, മദ്യാസക്തി, ലൈംഗികാസക്തി, മയക്കുമരുന്ന്, എങ്ങനെയുള്ള എല്ലാവിധ ബന്ധനത്തിൽ നിന്നും മോചനം നേടാൻ വിശുദ്ധ കുർബാനയായി തീർന്ന യേശുവിനെ സ്വീകരിക്കാം. അതെ, നമ്മളിലെ ആത്മീയ ശൂന്യതയും വിശപ്പും മാറ്റാൻ ക്രിസ്തുവിന് മാത്രമേ കഴിയത്തുള്ളൂ. യേശു സ്വന്തമായിട്ടുള്ളവന് ഒന്നിനെക്കുറിച്ചും വിശപ്പോ ദാഹമോ ഉണ്ടാവത്തില്ല. കം ഹോളി സ്പിരിറ്റ്. ആമേൻ. സകല വിശുദ്ധരെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആവേ മരിയ. പ്രൈസ് യു ജീസസ്.